ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നജസുകള് ചില സമയത്ത് ചില വസ്തുവിന്റെ നജസാണ്, ചില വസ്തുവിന്റെ നജസല്ല. ഇങ്ങനെ രണ്ട് ഇനമായി തിരിക്കാൻ പറ്റുന്ന നജസുകള് 13 ഇനമുണ്ട് എന്നും അതിൽ 3 ഇനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മനിയിൻ്റെത് പറഞ്ഞു, പാലിൻ്റെതും പറഞ്ഞു, ശവത്തിന്റെ പാലിൻ്റെതും പറഞ്ഞു. ഇനി 4-മത്തെ ഇനം ഉറങ്ങുന്നവന്റെ വായിൽ നിന്നൊലിക്കുന്ന കേല എന്ന് പറയാം. അത് നജസാണോ അല്ലേ? ആമാശയത്തിൽ നിന്നാണ് വരുന്നത്, വയറിൽ നിന്ന് ആമാശയത്തിൽ നിന്നാണ് വരുന്നത് എന്ന് ഉറപ്പില്ലാത്ത കാലത്തോളം അത് ശുദ്ധിയാണ്. അപ്പോ കേല ശുദ്ധിയാണ്. അത് ആമാശയത്തിൽ നിന്നാണെന്ന് മനസ്സിലായാൽ അപ്പോൾ നജസാണ്. അപ്പൊ നോക്കണം, കേല 2 ഇനമുണ്ട്. ആമാശയത്തിലെ കേലയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ശുദ്ധിയുള്ളൂ. സംശയമാണെങ്കിലോ, ആമാശയത്തിൽ വരുന്നതാണെങ്കിൽ നജസ്, ഉറപ്പുണ്ടെങ്കിൽ മാത്രം. സംശയമാണെങ്കിലോ, സംശയമാണെങ്കിൽ ശുദ്ധി. ആമാശയത്തിന് ഉറപ്പില്ലാത്ത കാലത്തോളം ശുദ്ധി. അപ്പോ അണ്ണാക്കുന്ന വരെ എവിടുന്ന വരുന്ന വെച്ചാൽ ശുദ്ധിയാണെന്ന് അർത്ഥം. ആമാശയത്തിൽ നിന്ന് മാത്രമേ നജസാവൂ. ഇനി അടുത്തത് പറയാം. 5, മുറിവിന്റെ വെള്ളം. മുറിവില് വെള്ളം ഉണ്ടാവും, ശുദ്ധമായ വെള്ളം മുറിവിലുള്ള. അതുപോലെ പൊള്ളനിലെ വെള്ളം അതുപോലെ ഓരോ പൊള്ള, അതിന്റെ പൊള്ള പൊട്ടിച്ച വെള്ള കളറില് വെള്ളം ലഭിക്കും. അതിപ്പോ നജസാണോ ശുദ്ധിയാണോ? തഗയ്യുറില്ലെങ്കിൽ, അതായത് കലർപ്പൊന്നുമില്ല, മണം, രുചി, നിറം ഒന്നിനും വ്യത്യാസമൊന്നുമില്ല, തനിച്ച വെള്ളമാണെങ്കിൽ അത് ശുദ്ധിയാണ്. മണം, രുചി, നിറം അതിന് മാറ്റമുണ്ട് എങ്കിൽ അത് നജസാണ്. പൊള്ളനിലെ വെള്ളവും, അത് പല പൊള്ളുണ്ട്, വസൂരി പൊള്ളൻ, ഇങ്ങനൊക്കെ ഉണ്ട്. ഏതായിരിക്കട്ടെ, മുറിവിലെ വെള്ളം തഗയ്യുർ വന്നിട്ടുണ്ടെങ്കിൽ, രുചി, നിറം, വാസനക്ക് വ്യത്യാസമുണ്ടെങ്കിൽ നജസാണ്, അല്ലെങ്കിൽ ശുദ്ധിയാണ്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി കഫം നജസ് ആകുന്ന ഘട്ടമുണ്ടോ? കഫം ശുദ്ധിയാണ്, നമുക്കറിയാം. 6-മത്തത് കഫം. ആമാശയമല്ലാത്തതിൽ നിന്നാണ് വരുന്നതെങ്കിൽ ശുദ്ധിയാണ്. തലച്ചോറിന്ന് വരെ, എവിടുന്നാ വരുന്നതെന്ന് അള്ളാഹ്ക്കേ അറിയുള്ളൂ. നെഞ്ഞത്തുനിന്ന് വരെ ഒക്കെ ശുദ്ധിയാണ്. ആമാശയത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ നജസാണ്. അപ്പൊ കഫം ശുദ്ധിയാണ്, പക്ഷെ ആമാശയത്തിൽ കഫം നജസാണ്. ഇനി നമുക്ക് അടുത്തത് പറയല്ലേ, 7-മത്തെ ഇത്. ജീവിയിൽ നിന്നും പിരിഞ്ഞ അംശം. മുടിയും തൂവലൊക്കെ അവിടെക്കട്ടെ, രോമവും തൂവലും അവിടെക്കട്ടെ, അതല്ലാത്ത അംശം, ജീവിയിൽ നിന്നും പിരിഞ്ഞ അംശം. രോമം തൂവല് പിന്നെ പറഞ്ഞുതരാം. അതായത് ജീവനുള്ളതിൽ നിന്നും വെട്ടിയെടുത്താല്, കോഴി കാല് വെട്ടിയെടുത്ത്, കോഴിന്റെ കാല് വെട്ടിയെടുത്ത് ജീവനുള്ളതായ ഒരു ജീവിയിൽ നിന്നും വെട്ടിയെടുത്ത പിരിഞ്ഞുപോയ അല്ലെങ്കിൽ മുറിഞ്ഞുപോയ അംശം ചത്താൽ നജസായ വസ്തു ജീവനുള്ളപ്പോൾ പിരിഞ്ഞ കഷ്ണവും നജസായിരിക്കും. അത് ചത്താല് നജസാണോ എന്നാ ജീവനുള്ളപ്പോ പോന്നത് നജസാണ്. ചത്താല് അത് ശുദ്ധിയാണ്. മീന്, ജറാദ്, വെട്ടുകിളി എന്നറിഞ്ഞില്ലേ, ഇങ്ങനെ ചത്താൽ ശുദ്ധിയുള്ളതായ വസ്തുവാണെങ്കിൽ, മത്സ്യം പോലെയുള്ളതിൻ്റെതൊക്കെ, വെട്ടുകിളി പോലത്തെയൊക്കെ ജീവനുള്ള ഇതിൽ നിന്നും പിരിഞ്ഞു പോയ അംശം, അതിന്റെ ഒരു കഷ്ണം, അതിന്റെ കാല്, അതിന്റെ ഒരു അംശം, തൂവലും മുടിയും ഒഴികെ, അത് പിന്നെ പറഞ്ഞുതരാം. ഏതായിരിക്കട്ടെ, ചത്താൽ നജസാണോ എന്നാൽ നജസാണ്, അല്ലെങ്കിൽ ചത്താൽ നജസല്ലത് എന്നാ പിന്നെ ജീവനിൽ നിന്ന് പിരിഞ്ഞാല്. അപ്പൊ ചുരുക്കി പറഞ്ഞാല്, കോയിന്റെ കാല് പിരിഞ്ഞാലും, പോത്തിന്റെ കാല് പിരിഞ്ഞാലും, ചെവി പിരിഞ്ഞാലും, പോത്തിന്റെ വാല് പിരിഞ്ഞാലും അതൊക്കെ നജസാണ്. കാരണം ചത്താൻ നജസാണല്ലോ. അപ്പം ജീവജാലങ്ങളിൽ നിന്ന് പിരിഞ്ഞത് അധികവും നജസായിരിക്കും. മത്സ്യം, വെട്ടുകിളിയൊക്കെ ഒഴികെ. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മുറിച്ചെടുത്തു, നജസാണെന്ന് അർത്ഥം. കോഴി തൂവലോ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം.
ഇനി അതുകൊണ്ടാണ് പറയാ. ഇനിയിപ്പോ അതവിടെ ബാക്കിയാക്കണ്ട. തൂവലും രോമങ്ങളും അതിന്റെ വിധി എന്താ? ഭക്ഷിക്കപ്പെടുന്ന, ഭക്ഷണമാക്കുന്ന, ഭക്ഷിക്കാൻ പറ്റുന്ന, അതായത് കോഴി ഭക്ഷിക്കാം അല്ലെ, ചിക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പൊരിച്ച് തിന്നാം. അതുപോലെ ആട് ബിരിയാണി വെക്കാം. പിന്നെ പോത്ത്, മൂരി, കള ഒക്കെ തിന്നാൻ പറ്റും. ഭക്ഷണമായി ഉപയോഗിക്കുന്ന ജീവിയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന രോമങ്ങൾ ശുദ്ധിയാണ്. അത് അർത്ഥത്തിന് ശേഷമാണെങ്കിലും ജീവിതകാലത്ത് പിരിഞ്ഞാലും ശുദ്ധിയാണ്. അർത്ഥാലും ശുദ്ധിയാണ്, ജീവിതകാലത്ത് പിരിഞ്ഞാലും ശുദ്ധിയാണ്. കോഴിത്തൂവല് ശുദ്ധിയാണ്, കോഴിത്തൂവല് ശുദ്ധിയാണ്. പിന്നെന്താ അങ്ങക്ക് വേണ്ടിയത്? ഭക്ഷിക്കാൻ പറ്റുന്ന ജീവിയിൽ നിന്നും പിരിഞ്ഞതൊക്കെ ശുദ്ധിയാണ്. പോത്തിന്റെ കുറച്ച് രോമം കണ്ട് പോന്ന് ശുദ്ധിയാണ്. ഭക്ഷിക്കാൻ പറ്റാത്ത ജീവികളുണ്ടല്ലോ, അതിപ്പോ ഏതാ? ചില കിളികള് ഭക്ഷിക്കാൻ പറ്റൂലല്ലോ, അർത്ഥ തിന്നാൻ പറ്റാത്ത ജീവി. അങ്ങനെയുള്ള പൂച്ച അർത്ഥ തിന്നാൻ പറ്റൂല, ആന അർത്ഥ തിന്നാൻ പറ്റൂല, മയില് അർത്ഥ തിന്ന, മയിൽപീലി നജസാണ്. പീലികൾ അതിന്റെ തൂവലല്ല, അത് അതിന്റെ തൂവലും മുടിയൊക്കെ രോമൊക്കെ തന്നെ അതിന്റെ തൂവലാണത്. അപ്പൊ അർത്ഥ തിന്നാൻ പറ്റാത്ത മയിൽപീലി അതൊന്ന് ഖുർആനില് ബഹുമാനിച്ച് ആദരിച്ചു വെക്കും ചിലര്, നമ്മള് ചെറിയ കുട്ടികളെ. അതുപോലെ പുസ്തകങ്ങളിലൊക്കെ വെക്കും. അതൊക്കെ നജസ്സുകളാണ്. നമ്മുടെ ഷാഫി മദ്ഹബില് പ്രത്യേകിച്ച് തൂവലിന് ചില ഇളവുകള് ഹനഫി മദ്ഹബിലുണ്ട്. ഏതായിരിക്കട്ടെ, നമ്മളെ മദ്ഹബില് അത് നജസ്സാണ്. ചില മക്ബറിലൊക്കെ തൂവലേറ്റ് ഇങ്ങനെ വീഴ്ചണ് കാണാം, ബർക്കത്തെടുക്കാൻ വേണ്ടി ശീലങ്ങനെ നമുക്ക് തലയിൽ വെക്കണ മാതിരി. അത് ഹനഫി മദ്ഹബിൽ ചിലപ്പോൾ അത് നജസല്ല. പക്ഷെ നമ്മുടെ മദ്ഹബിൽ ഭക്ഷിക്കാത്ത ജീവികളിൽ നിന്ന് പിരിഞ്ഞതൊക്കെ നജസ. അപ്പൊ കോഴിയുടേത് നജസല്ല, പിന്നെ താറാവ് അങ്ങനത്തെ ഭക്ഷണമാക്കാൻ പറ്റുന്നതിന്റെ നജസല്ല. ഭക്ഷണമാക്കാൻ പറ്റാത്ത മയില്, മറ്റു ചില കിളികള്, ഇനി ഭക്ഷിക്കാൻ പറ്റുന്ന എന്തൊക്കെ ഉസ്താദ്, അത് ഞാൻ പിന്നീട് പറയും. ഇപ്പൊ നജസ്സുകൾ പറയാം ഇൻഷാ അല്ലാഹ്. ഇതാണ് തൂവലിന്റെ കഥ. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇപ്പോ 8 ഇനങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഈ വേർതിരിവുള്ള ബാക്കി 13 ഇനങ്ങളാണ് മൊത്തമുള്ളത്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.